കണ്ണൂർ കൊട്ടിയൂർ ബാവലിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ രക്ഷിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ബാവലിപ്പുഴ മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം. വിവരങ്ങളുമായി അരുൺ പാറക്കലാണ് കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. അരുൺ, ഈ യുവാവ് അപകടത്തിൽപ്പെട്ടു. മഴക്കാലമാണ്, ഇത്തരത്തിലുള്ള അപകടങ്ങൾ കൂടുതലാണ്. എന്തായാലും ആശ്വാസ വാർത്തയാണല്ലോ എത്തുന്നത്. ക്രിസ്റ്റീന, ഇത്തവണ അതിതീവ്ര മഴയാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ തന്നെ ലഭിച്ചത്. ഈ സമയത്ത്, അതായത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്ന സമയത്ത് നിരവധി പേർ ഈ ബാവലിപ്പുഴയിൽ ഒഴുക്കിൽപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. അതിൽ 2 പേർ, അതായത് ഒരു കാഞ്ഞങ്ങാട് സ്വദേശിയും ഒരു കോഴിക്കോട് സ്വദേശിയും മരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു അപകടം ബാവലിപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നു. ബാവലിപ്പുഴ ഇന്നലെ ഉച്ചയ്ക്ക് മുറിച്ചു കിടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇവർ. ഈ യുവാവ്, അതായത് 15 വയസ്സിനും 20 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളാണെന്നാണ് പറയുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ഈ ക്ഷേത്രത്തിലേക്ക് വന്നതായിരുന്നു. ആ സമയത്താണ് അപകടമുണ്ടാകുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ആ പുഴ മുറിച്ചു കിടക്കുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടായതെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. യുവാവിൻ്റെ പേരുവിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. രക്ഷാപ്രവർത്തകരോട് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ അതൊന്നും ചോദിച്ചില്ല എന്നാണ് പറയുന്നത്. എന്തായാലും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. പരിക്കൊന്നുമില്ല എന്നും രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. ഉച്ചയ്ക്കാണ് ഈ അപകടമുണ്ടായത്. അപ്പോൾ തന്നെ ഇത് കണ്ടുനിന്ന തീർത്ഥാടകരും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുമൊക്കെ ഈ യുവാവിനെ ഉടൻ തന്നെ കരയിലേക്ക് കയറ്റുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പുഴ അതിശക്തമായ ഒഴുക്ക് പുഴയ്ക്കുണ്ട്. ആ സമയത്താണ് ഈ യുവാവ് പുഴ മുറിച്ചു കടക്കാൻ ശ്രമിച്ചത്, ഒഴുക്കിൽപ്പെടുന്നതും. ഇനി ജൂലൈ 4 വരെയാണ് ഈ വൈശാഖ മഹോത്സവം നടക്കുന്നത്. ഒരുപക്ഷെ ഇനി വീണ്ടും മഴ ശക്തമാവുകയാണെങ്കിൽ പുഴയിൽ നീരൊഴുക്ക് കൂടും. ഒഴുക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പുഴ മുറിച്ചു കടക്കുകയോ മറ്റേ പുഴയ്ക്ക് അരികിലേക്ക് കുളിക്കാൻ വേണ്ടി പോവുകയോ ചെയ്യുമ്പോൾ ഇനി വീണ്ടും അപകടമുണ്ടാവാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തീർത്ഥാടകർ എത്തുമ്പോൾ അവർ ശ്രദ്ധിക്കണമെന്നാണ് ക്ഷേത്ര കമ്മിറ്റിയും പറയുന്നത്. ക്രിസ്റ്റീന.